ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കുക്കു ടി വിയെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷനാണ് കുക്കു ടി വി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതധിക പേരും സോഷ്യൽ മീഡിയയിലൊക്കെ ആഡ്സ് കണ്ടുകൊണ്ട് നല്ല രസകരമായിട്ടുള്ള കഥകൾ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് നമ്മൾ 2 രൂപ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കും. എന്നാൽ 7 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും 499 രൂപ നഷ്ടപ്പെട്ടു പോകും. ഈ സമയത്താണ് നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. 2 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും മുന്നേ, പക്ഷേ അക്കൗണ്ടിൽ നിന്നും 499 നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് നമ്മൾ ഇത് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് റീഫണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അധിക പേരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇതുപോലെ ക്യാഷ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നുള്ളത്. ഒരിക്കലും നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തവരാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഏത് നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണോ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ടാണ് ലോഗിൻ ചെയ്തത് എങ്കിൽ ആ ഒരു ജിമെയിൽ ഐ ഡി വെച്ച് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കിത് റീഫണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് 2 രീതിയിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതും നമുക്ക് റീഫണ്ട് എടുക്കുന്നതും 2 തരത്തിലാണ്. ക്യാൻസൽ ചെയ്യാൻ നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളിത് പേയ്മെൻറ്റ് ചെയ്തത് എങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ഈ ഒരു കുക്കു ടി വിക്കകത്ത് വന്നുകൊണ്ട് അതിനകത്തുനിന്ന് ക്യാൻസൽ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് കുക്കു ടി വിയിൽ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം നമ്മുടെ ക്യാഷ് പോയ ക്യാഷ് അതായത് 499 രൂപ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് റീഫണ്ട് എടുക്കാമെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ പേയ്മെൻറ്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് എങ്കിൽ അവസാനമായിട്ട് പോയിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്തിരുന്നു. നമുക്കിപ്പോൾ 3 തവണയായിക്കൊണ്ട് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അവസാനം പോയ 499 മാത്രമേ ലഭിക്കുകയുള്ളൂ റീഫണ്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ റീഫണ്ട് എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നുമാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ വളരെ യൂസ്ഫുള്ളാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് കാണുക. ക്യാഷ് പോയവരിൽ നിന്ന് ഇതുപോലെ ആദ്യം 2 രൂപയായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നീടായിരിക്കും 499 രൂപ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞവരാണ് എങ്കിൽ കുക്കു ടി വിയുടെ ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുക. അല്ലാത്തവർ ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞവരാണെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു സെയിം നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് മൈ സ്പേസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൈ സ്പേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സബ്സ്ക്രിപ്ഷനിലാണ് ഇത് ആക്റ്റീവാണ്. ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മളെ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് ക്യാൻസൽ ട്രയൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഐ ഡോണ്ട് വാണ്ട് ടു ഓട്ടോ പേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഐ ഡോണ്ട് വാണ്ട് ടു ഓട്ടോ പേ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഫ്രീ ട്രയലാണ് 7 ദിവസത്തെ. അത് നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിലാണ് ക്യാൻസൽ ചെയ്യേണ്ടത് എങ്കിൽ ആ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഓട്ടോ പേ ഹാസ് ബീൻ ക്യാൻസൽ സക്സസ്ഫുള്ളി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഓട്ടോ പേ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഓട്ടോ പേ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ക്യാഷ് 499 രൂപ എങ്ങനെയാണ് റീഫണ്ട് എടുക്കുന്നത്, തിരിച്ച് ആ ക്യാഷ് നമ്മൾ അക്കൗണ്ടിലേക്ക് വരുത്തുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ വീണ്ടും ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൈ സ്പേസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് തന്നെ വരും. ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മുകളിലായിക്കൊണ്ട് ഈ ഒരു സെറ്റിങ്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മുന്നേ നമുക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ആക്റ്റീവ് അല്ല. ഇവിടെ നമുക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നതിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് 2 ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് നീഡ് ഹെൽപ്പ് എന്നതിൽ, അതായത് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഒരു നീഡ് ഹെൽപ്പ് എന്നതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഐക്കണിലാണ് നമ്മൾ, ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നമുക്ക് 2 ലാംഗ്വേജുകളാണുള്ളത്. ഒന്ന് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഹിന്ദി. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് 4 റീസണുകളാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ രണ്ടാമത് കാണുന്ന റീഫണ്ട് എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ക്യാഷ് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിക്കൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും, റിക്വസ്റ്റ് ആൻഡ് റീഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, അതായത് 499 രൂപ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ എത്ര ദിവസത്തിനകം നിങ്ങൾക്കത് തിരിച്ച് കിട്ടും എന്നുള്ള റീപ്ലൈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല, ഞാനിവിടെ ട്രയൽ മാത്രമാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്കത് ക്യാഷ് ലഭിക്കില്ല. അപ്പോൾ നിങ്ങളത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ക്യാഷ് റീഫണ്ടായിട്ട് കയറുന്നതാണ്. കയറി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ഇതുപോലെ ക്യാഷ് നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു അറിവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.